ഇത് കഴിഞ്ഞ ഞായറാഴ്ചയും ഇന്നും ഒക്കെ ആയിട്ട് വന്ന ഒന്ന് രണ്ട് വാർത്തകൾ വായിക്കുമ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമ്മൾ പലതവണ സമ്പൂർണ്ണ ചോദിച്ചിട്ടുള്ള സാക്ഷരത ഉള്ള സംസ്ഥാനമാണ്, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സംസ്ഥാനമാണ്, ഏറ്റവും കൂടുതൽ എന്താണ് വിവരമൊക്കെ ഉള്ള ആൾ താമസിക്കുന്ന ബുദ്ധിയുള്ള നാടാണെന്നൊക്കെ പറയുമ്പോൾ മനുഷ്യൻ യാതൊരു ദയവും കാണിക്കാതെ ക്രൂരമായ രീതിയിലുള്ള ഓരോ സംഭവങ്ങളാണ് ഇപ്പം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഞായറാഴ്ച കൊല്ലത്ത് ഒരു കല്യാണത്തിൻ്റെ പേരിൽ ഐസ്ക്രീം കിട്ടിയില്ല, കൂട്ടയടി. അത് കൊല്ലത്തിനെ കുറിച്ച് അങ്ങനെ കുറേ പേരുദോഷം ഈ സമീപ ഭാവിയിൽ ഉണ്ടായിട്ടുണ്ട്. ബിരിയാണിയിൽ ചിക്കൻ കാല് കുറഞ്ഞു പോയി, മട്ടൻ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ അടി, പപ്പടം കിട്ടിയില്ല എന്ന് പറഞ്ഞ അടി നടക്കുന്നതായിട്ട് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു വാർത്ത ഇന്നലെ നമ്മൾ വായിച്ച്, ഇന്നതാ ഒരു വാർത്ത വരുന്നു, ഒരു മുട്ട കിട്ടിയില്ല എന്ന് പറഞ്ഞ് കടയിൽ വാങ്ങിക്കാൻ ഇരുന്നപ്പോൾ മുട്ട കിട്ടിയില്ലെന്നും പറഞ്ഞ് ഒരാൾ പിടിച്ച് തള്ളിയ ആൾ തലയടിച്ച് റോഡിൽ വീണ് അയാൾ മരിക്കുന്നു. അതായത് ജൂലൈ 8-നാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്നിപ്പോൾ 14 ഇപ്പോൾ ഒരാഴ്ചയോളമായി. എന്താണ് അത്? ഈ മുന്നിയൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്, മലപ്പുറം ജില്ലയിൽ. അപ്പോൾ അവിടെ ഫൈസൽ എന്ന് പറഞ്ഞ ഒരാളും ലത്തീഫ് എന്ന് പറഞ്ഞ ഒരാൾ ഈ മുന്നിയൂർ എന്ന് പറയുന്ന സ്ഥലത്തെ കടയിൽ മുട്ട വാങ്ങാനായിട്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ 6 മുട്ട ആകെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ വഴിക്കണക്കൊക്കെ ചോദിച്ച് ചെയ്യുന്ന പോലെ പണ്ട് കൊച്ചുകാലത്ത് ഈ 6 മുട്ടയുള്ളതിൽ 2 പേർക്കും 5 മുട്ട വേണം. അപ്പോൾ നമ്മൾ ഈ കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ, ഒരു കടയിൽ ആകെ 6 മുട്ടയാണുള്ളത്, അവിടെ മുട്ട വാങ്ങാനെത്തിയ 2 പേർക്കും 5 മുട്ട വീതം വേണം. അപ്പോൾ ഇതെങ്ങനെ വീതിക്കും? അതിനുള്ള ഒരു പരിഹാരം കടക്കാരൻ പറഞ്ഞു, ശരി നിങ്ങൾക്ക് 2 പേർക്കും അത്യാവശ്യമാണെങ്കിൽ ഒരാൾക്ക് അത്യാവശ്യമില്ല മറ്റേ ആൾ ഇത് മൊത്തം കൊണ്ടുപോകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്കും അത്യാവശ്യമാണെങ്കിൽ 3 എണ്ണം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞ് പറ്റത്തില്ല, 2 പേർക്കും ഒരാൾക്ക് 5 മുട്ട തന്നെ വേണം. ഇവർ തമ്മിൽ പിണങ്ങിപ്പോകുന്നു. ഈ ലത്തീഫ് എന്ന് പറയുന്ന ആൾ ഇവർ തമ്മിൽ വാക്കേറ്റമൊക്കെ നടത്തി പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകുന്നു. ഈ ലത്തീഫ് എന്ന് പറയുന്ന ആൾ വാഹനത്തിൽ കയറി മുന്നോട്ട് പോകുമ്പോൾ ഈ മറ്റേ ഫൈസൽ കയ്യിലിരുന്ന മുട്ട എടുത്ത് അയാളെ ഇറങ്ങി. അയാൾ വണ്ടി നിർത്തി തിരിച്ചു വന്ന് ഇയാളെ പിടിച്ചൊരു തള്ളു വെച്ച് കൊടുത്തു. ഫൈസൽ തലയടിച്ച് റോഡിൽ വീണു. അടിച്ച് വീണ് അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് കണ്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇയാളുടെ നില വഷളായി. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് അന്നത്തെ പരിക്ക് ഗുരുതരമായി. ഇഞ്ചറി ഉണ്ടായിരുന്നിരിക്കും. ഇതപ്പോൾ ഏത് ഹോസ്പിറ്റലാണ് ഇവർ ആദ്യം കൊണ്ടുപോയെന്നൊന്നും അറിയില്ല. എന്തായാലും ഈ 8-ാം തീയതിയാണ് അയാൾ വീഴുന്നത്. പക്ഷേ ഇന്നാണ് അയാൾ മരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. വേറെ നിസ്സാര പ്രശ്നമാണ്. വെറും 3 മുട്ടയുടെ കാര്യമുള്ളൂ. 5 മുട്ട, 5 മുട്ടയ്ക്ക് 50 രൂപ. ഈ കടയിൽ മുട്ടയില്ലെങ്കിൽ അപ്പുറത്തെ കടയിൽ പോയി വാങ്ങാം. അല്ല, അപ്പോൾ വാശി, മനുഷ്യൻ്റെ അനാവശ്യമായ വാശി, ഈഗോയും. ഇപ്പോൾ നമ്മൾ പറഞ്ഞിടത്തോളം ഈ ലത്തീഫ് എന്ന് പറഞ്ഞ ആൾ വണ്ടിയിൽ കയറി പോയതാണ്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ഈ കുറേ നാൾ മുമ്പ് എനിക്ക് അതിൻ്റെ സമാന ഒരു അനുഭവം ഉണ്ടായി. ഒരു കടയിൽ പാല് വാങ്ങിക്കാൻ ചെന്നു. നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന കടയല്ല, അല്ലാത്തൊരു കടയാണ്. ചെന്നപ്പോൾ ഒരു നല്ല പ്രായമുള്ള, എൻ്റെ ഒരു അപ്പൂപ്പനാ പ്രായമുള്ള മനുഷ്യനാണ്. ആ അസ്വസ്ഥനാണെന്ന് അദ്ദേഹത്തിൻ്റെ ശരീര ഭാഷയെ കണ്ടിട്ട്. അപ്പോൾ അപ്പം ഇയാൾക്ക് പാൽ എടുക്കാൻ അയാൾ കടക്കാരൻ ഫ്രീസർ തുറക്കുകയാണ്. അപ്പോൾ എനിക്ക് 3 പേർ പാലെന്ന് പറഞ്ഞു. പെട്ടെന്ന് കടക്കാൻ, അയ്യോ ചേട്ടാ മാപ്പടെ 3 പേരേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞു തീർന്നത് ഈ കിളവൻ അങ്ങ് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. ബഹളമാകെ എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ പുള്ളി ബഹളം വയ്ക്കുകയാണ്. അപ്പം ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു പറഞ്ഞില്ലല്ലോ. നിങ്ങൾ 3 എണ്ണം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് നിങ്ങളെ പരിചയമില്ല. ഞാനിവിടെ വന്ന് 3 എണ്ണം എന്ന് പറഞ്ഞ് അവിടെ 3 എണ്ണേ ഉള്ളൂ, നിങ്ങൾ കൊണ്ടുപോയിക്കോ, എനിക്ക് കുഴപ്പമില്ല. അതങ്ങനെ അല്ല എന്ന് പറഞ്ഞ് ഇയാൾ ബഹളം വയ്ക്കുകയാണ് പറയാറുള്ളത്. ഞാൻ വിചാരിച്ചു ഇയാൾക്ക് ഇത് എന്തിൻ്റെ കുറവാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനിവിടെ അത് പറ്റില്ല, ഒരു ഞാൻ കൊണ്ട് ഇവിടുന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇത് വേണ്ടാന്ന് പറഞ്ഞാലും ഇയാൾ ബഹളം വയ്ക്കണം. ഇതുപോലത്തെ ആളുകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഈ അതൃപ്തന്മാർ റോഡിൽ ഇറങ്ങി നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ചിലരൊക്കെ സീനിയേഴ്സാണ്, ചിലർ റിട്ടയർ ചെയ്തവരാണ്. ഇവർക്ക് ഒന്നും ചെയ്യാനില്ല. ഇവർക്ക് ഓഫീസിൽ ഇരുന്ന് ആരെങ്കിലും ഭരിക്കാമായിരുന്നു, അങ്ങനെ ഒന്നുമില്ല. എന്തെങ്കിലും വെച്ചാൽ വഴി പോകേണ്ടക്കാർ ഉടക്കുക എന്നുള്ളതാണ്. എന്തായാലും ഒരാളുടെ മരണത്തിലേക്ക് അല്ല ഓർത്തോണം. വെറും 3 മുട്ടയുടെ കാര്യമേ ഉള്ളൂ. 3 മുട്ടയായിട്ട് ഇയാൾ പോയാൽ മതി. അത് മാത്രമല്ല, ഈ പോയ ആളെ ഇയാൾ പുറകെ എറിയേണ്ട കാര്യവുമില്ല. അപ്പോൾ അവർ മുട്ട പോയില്ലേ, മുട്ടയെടുത്ത് എറിയുമ്പോൾ മുട്ട പൊട്ടിയില്ല, മുട്ടയും പൊട്ടി, ഇയാളുടെ ജീവനും പോയി. അപ്പോൾ ഒന്ന് ആലോചിക്കും, മുട്ടയ്ക്ക് വേണ്ടി കൊലപാതകം. എന്തുവാ, അദ്ദേഹം മറ്റേയാൾ പിടിച്ച് തള്ളിയതാണ്. അയാൾ പിടിച്ച് തള്ളിയപ്പോൾ ഇയാൾ നില തെറ്റിപ്പോയി. പണ്ട് ഇതുപോലെ ഒരു DYSPക്ക് പറ്റിയാണ്, ഓർക്കുന്നില്ലേ അന്നത്തെ സംഭവം? ഹരിദാസ് ഒന്നും അല്ല, ഹരികുമാറോ, ഹരിദാസ്, തിരുവനന്തപുരത്തല്ലേ? അത് ട്രെയിനിന് മുമ്പിൽ ചാടി മരിക്കുകയല്ലായിരുന്നു. ഇയാൾ ഈ റോഡിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിനെ ചൊല്ലി ഇയാളുടെ വണ്ടി ഇറങ്ങിയപ്പോൾ വേറൊരാളുടെ വണ്ടി ഇല്ല, അയാളെ വ്യക്തിപരമായ എന്തോ സന്ദർശനത്തിന് വന്നതാണ്. അപ്പോൾ ഈ ഫുഡ് വാങ്ങി വന്ന ഒരാളാണ്. വീട്ടിൽ കുട്ടികൾക്ക് ഫുഡ് വാങ്ങാൻ പോയവരാണ്. ഇവർ തമ്മിൽ എന്തോ ഒരു
ഇയാൾ പിടിച്ചൊരു തള്ളു വെച്ച് കൊടുത്തു ഓൺ ദ സ്പോട്ടിൽ. അതിൽ ആ നിമിഷം തന്നെ ചെറുപ്പക്കാരൻ റോഡിലേക്ക് വീഴുന്നു. അന്നേരം തന്നെ ഒരു വണ്ടി വന്ന് അദ്ദേഹത്തെ ഇടിക്കുന്നു. അയാൾ ചികിത്സയായിരിക്കും മരിക്കുന്നു. അതിനെ തുടർന്ന് ഈ DYSP ഒളിവിൽ പോവുക. അയാൾക്കെതിരെ രൂക്ഷമായ ജനരോഷം ഉണ്ടാകുന്നു. അയാൾ എന്ത് ചെയ്യുന്നു, അയാൾ പോയി അയാളുടെ കുടുംബ വീട്ടിൽ സൂയിസൈഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ് സംഭവം? ജസ്റ്റ് ഒരു വഴിയിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നത് സംബന്ധിച്ച ഒരു വിവരം മാത്രമാണ്, ഒരു വിഷയം മാത്രമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ആളുകളുടെ ഒരു അസഹിഷ്ണുതയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതാണ് പ്രത്യേകിച്ച് പ്രായമായവരില്ല. ഇവർ പലരും ഭയങ്കര അസ്വസ്ഥരാണ്. ഇവർ വല്ലാതെ വയലൻ്റ് ആവും. നമ്മൾ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ രാവിലത്തെ 7:30 8 മണിക്കുള്ള ബസ്സിൽ കയറിയിട്ട് 10 രൂപ 12 രൂപ ടിക്കറ്റിന് ഒരു 500 നോട്ട് രാവിലെ കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ കണ്ടക്ടർ പറയും ഇത് എൻ്റെ ഇല്ല, ആദ്യ സർവീസാണ്, എൻ്റെ ഇല്ലെന്ന് പറഞ്ഞാൽ അവർ വേളം വയ്ക്കുകയാണ്. ആര് പറഞ്ഞാൽ എനിക്ക് ചിലറാന്ന് അവരുള്ളത് വേളം വയ്ക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് മറ്റുള്ള മനുഷ്യരെ കൂടെ നമ്മൾ മനസ്സിലാക്കാം, അവൻ്റെ വികാരങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കുക. അതിന് പലരും തയ്യാറല്ല. ഇത് സത്യം പറഞ്ഞാൽ സ്കൂളുകളിൽ തന്നെ ഇതിനൊക്കെ പഠിപ്പിക്കണം. അതാണ് ഡോക്ടർ എഞ്ചിനീയറോ മനുഷ്യനെ പഠിപ്പിക്കണം. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഇത് തന്നെയാണ് സംഭവിച്ചത്. കൊല്ലത്ത് പള്ളിമുക്കിൽ ഒരു ഓഡിറ്റോറിയത്തിൽ കല്യാണം നടക്കുന്നു. അപ്പം അവിടെ വന്ന ചെറുക്കൻ്റെ കൂട്ടർക്ക് ഐസ്ക്രീം കിട്ടുന്നില്ല. അവിടെ ബഹളമാകുന്നു. അത് കഴിഞ്ഞ് ആ ബഹളമെല്ലാം അവിടെ വെച്ച് പറഞ്ഞു തീർത്തു പോകുന്നു. ചെറുക്കൻ ഭക്ഷണം കഴിക്കാൻ പോകാൻ തുടങ്ങുന്നു, കല്യാണ ചെറുക്കൻ. പിന്നെ പറഞ്ഞു തീർത്തു. വൈകിട്ട് വീണ്ടും പയ്യൻ്റെ വീട്ടുകാരുടെ റിസപ്ഷൻ ചടങ്ങ്. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ വരുന്നു. തന്നെ പയ്യൻ്റെ വീട്ടുകാരുടെ അടുത്ത് വന്ന് ഐസ്ക്രീം ചോദിക്കുമ്പം ഐസ്ക്രീം തീർന്നു പോയെന്ന് കാറ്ററിംഗുകാർ പറയും. അപ്പോൾ തന്നെ ഇവന്മാർ കാറ്ററിങ്ങിൻ്റെ ബോക്സ് പൊക്കുമ്പോൾ അതിനകത്ത് ഐസ്ക്രീം ഇരിക്കും. ഇതിനെ ചൊല്ലി കൂട്ടയടിയത് കൊല്ലത്താ പള്ളിമുക്ക്. തന്നെയാണോ വന്നതെന്ന് പോലും ദൈവത്തിന് അറിയാം. അല്ല, ഇതെന്താണെന്ന് ചോദിച്ചാൽ ഉച്ചയ്ക്ക് കിട്ടാതെ പോയവരുടെ കലിപ്പ് വൈകിട്ട് തീർത്തതോ അങ്ങനെയൊക്കെ ആകാം സംഭവിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും മനുഷ്യൻ്റെ ഒരു അസഹിഷ്ണുതയും മറ്റു കാര്യങ്ങളും. എന്നാൽ ഇത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ നമുക്ക് എന്തോ ഒരു കുറച്ചിൽ പോലെ, അല്ലെ നമുക്കെന്തോ നമ്മളെ എന്തോ ഇവർ ഇൻസൾട്ട് ചെയ്യുന്ന പോലൊരു തോന്നൽ മനുഷ്യരെ മനസ്സിൽ വരുന്നു. അവിടെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. എന്തായാലും ഈ മുട്ട കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ്റെ ആലോചിച്ച് കൊലക്കേസ് പ്രതിയാണ് ഇനി അയാൾ ഇനി കോടതി കയറി ഇറങ്ങാനോ, അയാൾ അറസ്റ്റ് ചെയ്യുന്നു, കോടതി കയറി ഇറങ്ങുന്നു, വല്ല കാര്യമുണ്ട്? ഒരു 2 മുട്ടയ്ക്ക് വേണ്ടി അയാൾക്ക് അടുത്തൊരു കടയിൽ പോയി മുട്ട വാങ്ങിക്കാന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ കടയിൽ നിന്ന് മുട്ടയില്ലെങ്കിൽ അടുത്ത കടയിൽ പോയി മുട്ട വാങ്ങിക്കും, അത്രയേ ഉള്ളൂ. എന്തായാലും വല്ലാത്തൊരവസ്ഥ തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ.